ഹലോ സുന്ദരീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നല്ല നല്ല മെറ്റീരിയൽസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോസാണ് കേട്ടോ നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഓൾ എന്ന ബട്ടൺ പ്രസ് ആക്കാൻ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു കാര്യം വിട്ടുപോയതാണ്. ആ കാര്യം പറയാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം എല്ലാ വീഡിയോസിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പോയിട്ട് ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അതാണ് ജനറലായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം, ഓൺലൈൻ പേയ്മെൻ്റ് ആണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ്, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല. ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പം അതിൻ്റെ സംശയവും കൂടെ ഒന്ന് മാറിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കാര്യം പറയാനുള്ളത്, എന്താണ് നമ്മുടെ കൊറിയർ എത്ര ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അതിൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചുരിദാർ മെറ്റീരിയൽ എല്ലാം തന്നെ വരുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്നാണ്. അതായത് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ കൊറിയർ വരാനായിട്ട് ഒരു മിനിമം 8 അല്ലെങ്കിൽ 10 ദിവസം എടുക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ പോവില്ല. അതാണ് കൊറിയറിൻ്റെ ഒരു സമയം. ചിലപ്പോൾ 7 ദിവസം കൊണ്ട് കിട്ടുന്ന കൊറിയറുണ്ട്, 8 ദിവസം കൊണ്ട് കിട്ടുന്നതുണ്ട്, ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന കൊറിയറുകളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റീസെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും ഞാനൊരു റീസെല്ലിങ് വീഡിയോ പറയുകയാണ്. കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇനി വരുന്ന ആൾക്കാർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ റീസെല്ലിങ്ങിനെ കുറിച്ച് ഇനിയും പറയുന്നത്. നമ്മൾ റീസെല്ലിങ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ, മുമ്പും പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1250 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്, ഫ്രീ ഷിപ്പിങ്ങിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റീസെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് ലെസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതായത് കസ്റ്റമറിനെക്കാട്ടിലും കുറച്ച് എമൗണ്ട് ലെസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റീസെല്ലേഴ്സിന് കൊടുക്കുന്നത്. സോ റീസെല്ലേഴ്സ് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാർക്കോ, കസിൻസിനോ റിലേറ്റീവ്സിനോ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കത് ഓർഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ചെറിയൊരു എമൗണ്ട് നിങ്ങളിലേക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ റീസെല്ലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ അപ്ഡേഷൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ സ്റ്റാറ്റസ് ആക്കുകയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ റേറ്റ് അധികം ഇടുകയോ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുക. അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക, അവൈലബിൾ ആണോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നമുക്കത് ഓർഡർ ആക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് കേട്ടോ. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങാനായിട്ട് നോക്കുക. കസ്റ്റമർ പേയ്മെൻറ്റ് തന്നതിന് ശേഷം മാത്രം നമുക്ക് അഡ്രസ്സും അതുപോലെ തന്നെ പേയ്മെൻറ്റും ഡ്രസ്സിൻ്റെ ഫോട്ടോയും അയച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് അവൈലബിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നമ്മുടെ വാട്സപ്പ് നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പ് വഴി മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. അത് അഡ്മിൻ ഉള്ളിലായതുകൊണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ പറ്റത്തില്ല. ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പറിൽ ഏതൊരു ഒരു നമ്പറിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യുന്നത്. കൂടുതലായിട്ടും വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ആൾക്കാർക്കും റീസെല്ലിങ്ങിനെ കുറിച്ച് അറിയാതെ പല ആൾക്കാർ നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മൊത്തമായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചാർജ് വരുന്നതും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.